മനുഷ്യ നിങ്ങൾക്ക് ഇത്ര വിഷം കിട്ടും? എന്താണ് നിങ്ങൾക്ക്? നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു രക്ഷയില്ല ചേട്ടാ. ഒരു സാധനം വീട്ടിൽ വെക്കാൻ പറ്റില്ല. അപ്പ എടുത്ത് ആർക്കെങ്കിലും കൊണ്ട് ദാനം കൊടുക്കല്. അപ്പടി ദാനം കൊടുക്കല്. അയ്യോടാ ഇല്ലാഞ്ഞിട്ട് ഞാനിപ്പോ പുട്ടിന് പൊടി ഒഴിച്ചു വെച്ച് നോക്കുമ്പോഴേക്ക് പുട്ടിന്റെ കൊട ഇല്ലെന്ന്. അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ ജാനുവിന് കൊടുത്തിട്ട് വന്നേക്കുന്നു. അപ്പുറത്തെ രമണി ഒന്ന് ജാനു ഒന്ന് പറഞ്ഞ് പിന്നെ അവക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി കുട ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എടുത്തോണ്ട് പോക്കോ, നിന്റെ കാര്യം നടക്കട്ടെന്ന് പറഞ്ഞു. പാവല്ലേ കൊണ്ടുപോട്ട്. അതൊക്കെ ശരി. അപ്പൊ നമ്മ പുട്ട് എങ്ങനെ ഉണ്ടാക്കും? നമുക്ക് ദോശ ഉണ്ടാക്കാടി. ദോശക്കല്ല ഇവിടെ. അതല്ലേ ഞാൻ അപ്പുറത്തെ സ്കൂളിലെടുത്ത് പാവല്ലേ കൊണ്ടുപോട്ടേ. പിന്നെ ഞാൻ ദോശ സ്കൂളിൽ പോയി ഉണ്ടാക്കാം. എന്റെ ദൈവമേ, നിങ്ങളെ കൊണ്ട് ഞാൻ വല്ലാത്ത ശല്യമാണല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം എന്റെ അനിയൻ വന്നില്ലായിരുന്ന? അവൻ വന്നപ്പോ എന്നോട് ചോദിച്ചു നിനക്ക് ഞാൻ കൊണ്ട തന്ന പട്ട് സാരി എന്തെന്ന്. ഞാൻ അവനോട് എന്ത് പറയും? അതുകൊണ്ട് നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ശശിയുടെ ഭാര്യ കൊണ്ട് കൊടുത്തില്ലേ? അവള് പാവല്ലേ രാവിലെ വന്നിട്ട് എന്റെ അടുത്ത് വെച്ച് അണ്ണ ഒരു കല്യാണത്തിന് പോവാൻ സാരിയൊന്നും ഇല്ലണ വല്ലതും ഉണ്ടായി തരാൻ പറഞ്ഞു. ആ പാവല്ലെന്ന് പറഞ്ഞ് എടുത്ത് കൊടുത്ത് കൊണ്ടുപോട്ട് അവക്ക് സ്വന്തമായിട്ട് ഭർത്താവ് പോലും ഇല്ല കളഞ്ഞിട്ടൊക്കെ പോയി നിക്കല്ലേ. അപ്പൊ പിന്നെ നമുക്കാകുമ്പോ ഭർത്താക്കന്മാരില്ലാത്തോണ്ട് അല്ല നമ്മക്കാകുമ്പം ഭർത്താവ് ഉണ്ടല്ലേ. എനിക്ക് ഉള്ളതും ഇല്ലാത്ത കണക്കാണ്. അതെനിക്കിപ്പോ മനസ്സിലായി. എന്ത് സാധനം കിട്ടിയാലും വല്ലയിടത്തും കൊണ്ട് കൊടുത്തിട്ട് വരും. ഇങ്ങനെ ഒരാളുണ്ടാ? ഞാൻ ചോദിക്കട്ടെ, എന്റെ ആങ്ങളെ കൊണ്ട് തന്ന ആ വാച്ച് എന്തേ? അത് നിങ്ങൾ ആർക്കും കൊണ്ടേ കൊടുത്ത്? എന്നാണെങ്കിലും ആരാണെങ്കിലും എന്റെ കണ്ണിൽ പുതിയതായിരിക്കും അല്ലേ? കണ്ടാലറിയാ ഗൾഫാണെന്ന്. എന്റെ ആങ്ങളെ കൊണ്ട് തന്ന വാച്ച് ഇങ്ങേർക്കാണല്ലേ കൊണ്ട് കൊടുത്തത്. ചേച്ചി അടുത്ത് ഇരിപ്പുണ്ടല്ല, പറഞ്ഞു മനസ്സിലാക്കി കൂടെ. എന്തിനാണ് എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് കൊടുക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ നശിച്ച ദുശീല എന്ന് തീരും മനുഷ്യ? എടി ഇത് എന്റെ അമ്മാവൻ തുടങ്ങി വെച്ച സംഭവം അറിയാവോ? എന്റെ അമ്മാവ് ഏറ്റവും വലിയൊരു ദാനശീലായിരുന്നു അറിയാവോ? എന്റെ അമ്മാവ് സ്വന്തമായിട്ട് ഭയങ്കര സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മാവൻ പിന്നെ സ്വത്തുക്കളൊക്കെ ഒരു അനാഥാലയത്തിന് വേണ്ടിയിട്ട് ദാനം ചെയ്ത് അറിയാവോ? നല്ല കാര്യം. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അമ്മാവിന് ഇതിനു വേണ്ടി സ്വത്തുക്കൾ എവിടെ ഇരിക്കണം? കെട്ടിക്കാറായ 6 പെമ്മകളുണ്ടായിരുന്നു. 6 കൊണ്ട് അനാഥാലയത്തിയാക്കി. അപ്പൊ സ്ത്രീധനം ഇല്ലാണ്ട് മക്കളെ കെട്ടിക്കാൻ പറ്റിയല്ലേ? ഞാൻ ഇനി നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ എന്താണെങ്കിലും ഇവിടുന്ന് പോവാണെങ്കിൽ വാതിൽ പൂട്ടി താക്കോലും കൊണ്ടേ ഞാൻ ഇന്ന് പോവുള്ളൂ. എടി എനിക്ക് പിന്നെ വീടിനകത്ത് കയറണ്ടേ? നിങ്ങൾ വീടിന്റെ അകത്ത് കയറിയാലേ നമ്മൾ വൈകുന്നേരം പട്ടിണിയാവും. ശശിക്ക് ഞാൻ 3-4 സാധനം കൊടുക്കാന്ന് ഏക്കുകയും ചെയ്യും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനി അകത്ത് ആ കഞ്ഞിക്കല്ല് മാത്രമേ ഉള്ളൂ. ഇനി അതും കൂടി കൊണ്ടേ കൊടുത്ത് വൈകുന്നേരം വല്ലതും തിന്നാൻ പറ്റുമോ? എടി ഇതുമായിട്ട് എന്തൊരു ബന്ധോടി? ദേ ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്ത് തന്നെ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം പോലും ഞാൻ ആർക്കും കൊടുക്കില്ലെന്ന് സത്യം ചെയ്യും. സത്യം ചെയ്യണോ? ആ നിന്നാണ് നീ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. രമണിക്ക് ഒരു തോർത്ത് കൊടുക്കാന്ന് ഏറ്റു. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റില്ലേ? ഈ പുട്ട് കാണാ അകത്ത് കൊണ്ട് വെച്ചേക്കണം. ഇതുകൊണ്ട് ഇനി ഒരു ഉപയോഗവും ഇല്ല. ഞാൻ ദേ പോണേണ്. എന്താ ചെയ്യാന്ന് പറ. ഒരു വണ്ടിക്കാരൻ ചെയ്ത വേലയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും പറയണ്ട ഒന്നും പറയണ്ട. ഞാനൊരു സ്ഥലം വരെ പോകാനായിട്ട് ഇറങ്ങിയതാ. ഞാനൊരു പെണ്ണ് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഒരു വണ്ടി ഇതിലെ പോയപ്പോ ചെളി അടിച്ചെറിപ്പിച്ച കേട്ടാ. മൊത്തം അല്ല ഞാൻ പെണ്ണ് കാണാനായിട്ട്. അല്ല ഇനിയിപ്പോ പോക്ക് നടക്കില്ല. നമ്മുടെ മുറ്റത്തൂടെ പോയിട്ട് അങ്ങനെ പറ്റത്തില്ല. ചേട്ടാ അത് അല്ല കൂട്ടുകാർക്ക് വണ്ടി കൊണ്ട് വരുന്നത് നീ ഉടുപ്പൂര്. പിന്നെ അല്ലാതെ അങ്ങനെ അണ്ണം തരോടാ നിനക്ക് ഉടുപ്പ്. പിന്നെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഉടുപ്പില്ലാതെ പോണെന്ന് പറഞ്ഞാൽ അങ്ങനെ നീ പറയല. നീ അങ്ങനെ കൊച്ചാക്കല്ലേ. ആ ഉടുപ്പിട്. ഇന്ന് കാര്യങ്ങളെന്താ നമുക്ക് മംഗളമായിട്ട് നടക്കണം. പെണ്ണാണല്ലോ ജീവിതത്തിൽ ഒരു തവണയേ ഉള്ളൂ. അത് എടുത്തു അല്ല. അയ്യേ ഇതിട്ടുണ്ട് നീ അങ്ങനെ പോകൂടാ. കുഴപ്പമില്ല മറച്ചു വെക്കാൻ. അങ്ങനെ നീ ചെയ്യരുത് ഒരിക്കലും. ഞാൻ എത്തി സ്വതന്ത്രനാണ്, അതുകൊണ്ടാണ്. ഓടാ നിന്റെ കാര്യം നടക്കട്ടാ. ഓടാ നിന്റെ കാര്യം നോക്കിപ്പോ. നീ നിന്റെ കാര്യം നോക്കി. അപ്പൊ ചേട്ടന് എന്റെ വീട് ഇവിടെ അടുത്തില്ല. ഞാൻ എടുത്തോളാം. അത് കുഴപ്പമില്ല. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ലട്ടാ. ഇവിടെ കൊണ്ടുപോ. അല്ല അത് ചേട്ടൻ നീ കൊണ്ടുപോടാ. എനിക്ക് ഈ ദാനം കൊടുത്ത ശീലമുള്ള മേടിച്ച ശീലമില്ല. നിന്റെ കാര്യം പോടാ. എന്റെ കണ്ണു പറഞ്ഞ പോ. എന്റെ കാര്യങ്ങൾ നടക്കട്ടെ. പിന്നെ പാവം പയ്യെ ഇതെന്തോ പരിപാടി? നിങ്ങൾ ഈ സാധനം എടുത്ത് പുള്ളിക്ക് കൊടുത്ത് നിങ്ങൾക്കൊന്നും വേണ്ടേ? ഞാൻ വീട്ടിൽ കയറി എടുക്കാം. എന്റെ വീട്ടിൽ അടുത്തല്ലേ. ചേച്ചി പൂട്ടി താക്കോലും കൊണ്ട് പോയല്ല. നിങ്ങളടുത്തല്ലേ പറഞ്ഞ പോയത്? ശരിയാണല്ലേ പറഞ്ഞത്. ഇങ്ങനെ ആ പഴയ മുണ്ടെങ്കിലും എടുത്ത് വെച്ചുകൂടായിരുന്നോ? ഇനിയിപ്പോ എന്താ രീതിയോടെ വലിച്ച് ആ മെമ്പർ വരണം. ഓ മെമ്പർ
സുധാകര സുഖം തന്നെ. സുഖം തന്നെ. അങ്ങോട്ടേക്ക് ഇപ്പൊ പഞ്ചായത്തിലൊന്നും കാണാനില്ലല്ലോ. പഞ്ചായത്തിൽ വരാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. പാടാ. പോടാ. എന്ത് സുധാകര? ഏ? എന്ത് വയ്യ, എനിക്ക് പനി. അങ്ങോട്ട് ദൂരോട്ടേക്ക്. പനിയാണെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം. ഇല്ല, പടരും. അങ്ങോട്ട് പനി. ഇതെന്ത് സുധാകരൻ? എന്ത് പറ്റി സുധാകര? വയ്യ. നിങ്ങളിപ്പോ എന്തിനു വന്നു? ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? അന്ന് പഞ്ചായത്ത് വന്നപ്പോഴത്തേക്ക് റോഡ് വികസനം അവിടെ നമ്മൾ പൊളിച്ചോണ്ട് വരെയാണ്. പൊളിച്ചോട്ട് വരണോ? ഓ നീ ഒപ്പിട്ടില്ലായിരുന്നു? ഞാൻ ഒപ്പിട്ടായിരുന്നു. ഉണ്ടല്ലോ, നിന്റെ പേര് ലിസ്റ്റിനകത്തുണ്ടല്ലേ? ഞാൻ നോക്കട്ടെ. ഉണ്ടോ സുധാകരൻ? 7ാമത്തെ വീട് അല്ലേ? ഇവിടെ നമ്മൾ 3 വീടോടല്ലേ അങ്ങോട്ടുള്ള. നിങ്ങളൊരു കാര്യം ചെയ്യില്ലേ, നിങ്ങൾ അങ്ങ് അപ്പുറത്ത് പൊളിച്ചു വരും, പിന്നെ ഇവിടെ പിന്നെ പൊളിക്കാം. അയ്യോ അങ്ങനെയല്ല, നേരെ കാലമുണ്ട്. ഇത് നമുക്ക് അവിടെ പൊളിച്ചോണ്ട് വരെയാണ്. പൊളിച്ചിട്ട് വേറെ പൊളിക്കാൻ പോവാനുള്ള. ഞാനാണ് മെമ്പർ, ഞാൻ പറയും. അപ്പൊ പൊളിച്ചാ മതി കേട്ടോ മെമ്പറെ. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്ന് വെള്ളിയാഴ്ച ദിവസം, ഇന്നത്തെ ദിവസം കൊള്ളൂല. നിങ്ങൾ വേറെ ദിവസം. എന്താ കാര്യം? എന്താ ഈ റോഡ് വികസനം വേണമെന്ന് പറഞ്ഞാൽ ആദ്യം നീ എന്നെ പഞ്ചായത്തിൽ വന്ന് ലിസ്റ്റും കൊണ്ടുവന്നത്? എവിടെയല്ല നീ ഒപ്പിട്ട്? അല്ല, നിനക്ക് എന്ത് പറ്റി? ചേച്ചി എവിടെ? അവള് ജോലിക്ക് പോയിരിക്കുന്നു. എന്ത്? പിന്നെ അവള് ജോലിക്ക് വേണം. പിന്നെ നിനക്ക് എന്ത് കാര്യം പറ? എന്ത് കാര്യം? വേറെ വിഷയങ്ങളുണ്ടെന്ന് നിങ്ങൾ പറയാൻ പോലെ അല്ല. വെള്ളം കിട്ടിയിരുന്നേ കൊള്ളാം. വെള്ളം ഉണ്ടോ? വെള്ളമൊന്നുമില്ല. നിങ്ങൾ ദൂരോട്ടേക്ക്. നമുക്ക് ഇവിടെ ഇനി 3 വീടും കൂടെ ഉള്ളു. അവിടെ ഏറ്റിങ്ങനെ എടുക്കണം നമുക്ക്. ഇപ്പം നിനക്കുള്ളത് മാത്രമാണ് തള്ളി നിൽക്കുന്നത്. ഈ മതിലേ ഇതിങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ 2 വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ തീരും. പിന്നെ അതൊക്കെ പോട്ടെ, ഈ പുതിയ വീട് വന്നിട്ട് പഞ്ചായത്തിൽ അറിയിച്ചായിരുന്നു നീ? പഞ്ചായത്തിൽ പുതിയ കെട്ടിടം കെട്ടിയപ്പോ എന്നെ അറിയിപ്പിച്ചില്ലല്ലേ? ഇതിന്റെ ഇടയിൽ കൂടെ എന്തെല്ലാം കോമഡികള്. പോടാ മാറി. പറയാം. നീ അപ്പുറത്തോട്ട് പോ, അപ്പുറത്തോട്ട് ചെല്ലു. ഇങ്ങോട്ട് വരാം. പുതിയ ലോണും വല്ലതും ഉണ്ടാ? ലോണുണ്ട്. കോഴി വളർത്തല്, ആടി വളർത്തല്, പിന്നെ താറാവ് വളർത്തല്. ഏത് വേണം? എന്തായാലും വേണ്ടല്ലേ, എനിക്ക് എന്റെ പിള്ളേരെ വളർത്തണം. പൊളിച്ച് മാറ്റട്ടെ. ഒപ്പിടോ, ഇതിനകത്ത് ഒപ്പിടോ. ഇറങ്ങി വേടാ സുധാകര, ഇറങ്ങി വരാൻ. ഇപ്പൊ നല്ല പരിവാണ് ഇറങ്ങി വരാൻ. ഞാനങ്ങോട്ട് വന്നതിന്റെ കുടല് വലിച്ചാൽ വെളിയിടും, അറിയാലോ. കുടലും കൂടെ ഇല്ല വെളി ചാടാൻ. സുമാര, ഇത് എന്തോ കാര്യം? എന്തോ വേറെ പ്രശ്നം ഞാനും അവനും തമ്മിലുള്ള പ്രശ്നം മെമ്പർ ഞാൻ തരണം. ഒരു മെമ്പർ നിലയ്ക്ക് എനിക്ക് ചോദിക്കണം. കാര്യം എന്തോ പറ. അതെ, എനിക്കൊരു ആടിനെ തന്നത് മെമ്പറാണല്ലോ പഞ്ചായത്തിൽ. ഞാൻ തന്നെ എന്റെ നേരത്തെ തന്നെ തന്നു. എന്റെ കഷ്ടകാലത്തിൽ ഞാൻ അവന്റെ പറമ്പിൽ കൊണ്ട് ഞാൻ അവനെ കെട്ടി. അതെറ്റ് നീ കൊണ്ട് കെട്ടിയിട്ടല്ലേ? അതിനെ ഞാനൊക്കെ ദാനം ചെയ്തു. അതിനെ എടുത്ത ആർക്കും അവൻ ദാനം ചെയ്തെന്ന്. നമ്മളെ പേരടത്തെ കൊണ്ട് നാട്ടിലെ കിട്ടുമ്പോ നമുക്കുള്ള ആട. എന്തോ സുധാകര, നീ ഒരു കാര്യം ചെയ്യും, 3 മണി കഴിഞ്ഞിട്ട് വാടാ. ഇങ്ങോട്ട് അപ്പോഴത്തേക്ക് വരുവുള്ളൂ. 3 മണി കഴിഞ്ഞാ 3 മണി കഴിഞ്ഞിട്ട് വേറെ കാര്യം ഉണ്ടാ. അപ്പോഴേക്ക് ഇറങ്ങി വാടാ. എനിക്ക് 2 ഇടി അടിച്ചിട്ട് എനിക്ക് പോകാനുള്ള വേറെ അത്യാവശ്യമുള്ള. നീ ഇറങ്ങി വാ. എടാ നീ ഒരു കാര്യം ചെയ്യണം, അടുത്ത ആഴ്ച വാടാ. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. സുമാര വിഷയം ആകണ്ട, പോ ചെല്ലേ. മെമ്പർ ഞാൻ തരണ്ട. ഇറങ്ങി വാടാ. എന്റെ ആട് ഞാൻ പഞ്ചായത്തിൽ എന്ത് കഷ്ടപ്പെടെന്ന് അറിയാം. ആടിനെ വായിച്ച ഇറങ്ങി വാടാ ഇങ്ങോട്ട്. നീ ഒന്ന് പോടാ. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 3-4 പേര് ചേർന്ന് എന്നെ ആക്രമിക്കാനുള്ള പരിപാടിയാണ്. സുമാര, നീ നിന്റെ പോക്കണ്ടപ്പോ എനിക്ക് തോന്നി ഇപ്പൊ അവനെ മൂടത്തി ഇടിക്കുമെന്ന് തോന്നി. പിന്നെ സിറ്റുവേഷൻ ഇതായോണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടല്ല. നമുക്ക് വേറെ ദിവസം അടി വിടാം. നീ പുറത്ത് പോയ എന്തേലും കേട്ടല്ല. മെമ്പറേ, ജീവൻ വേണം, പൊക്കോ കേട്ടല്ലേ. എന്താ വിഷയം? എന്താ നിങ്ങൾ തങ്ങളുടെ മെമ്പർ അടുത്തോട്ട് വരല്ലേ? പോ. വരണ്ടായിരുന്നു. ഇത് എന്തൊക്കെയാ അവര് പറയുന്നത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. കാണിച്ചു തരാണോ നിന്നെ ഞാൻ? ഒരു കാര്യം, ഞാൻ അപ്പുറത്തോട്ട് പൊളിക്കുന്ന ഏർപ്പാടൊന്നും ചെയ്യട്ടെ. എന്തൊക്കെ കഷ്ടമെന്ന് പറ ദൈവമേ. ഇത് എന്തെന്നറിയാൻ മേല. എന്റെ ദൈവമേ, ഈ മനുഷ്യൻ നാട്ടുകാരുടെ മുമ്പിൽ മനുഷ്യന് തൊലി ഒലിക്കോ? നിങ്ങൾക്ക് നാണോ മാനൂല്ല? മനുഷ്യൻ ഉടുക്കണ ഉടുത്തുകൊണ്ടാണ് വല്ലവർക്ക് കൊടുത്ത് ദാനം ചെയ്യണത്. ഇത് ഉടുക്ക്. സത്യമായിട്ട് ഞാൻ ഒരുപാട് ദാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുപോലൊരു ദാനം ഇത് ഞാൻ ഒരിക്കലും ചെയ്യൂലടി. വിളിച്ച കാര്യമായി. ഞാൻ കുളിക്കാൻ പോണേട്ടാ, തോർത്തെടുത്തില്ല. ഇതുകൊണ്ട് പോടാ. ഇതാണ് കാർന്നമാര് പറയുന്നത്. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും നേരെ ആവുമ്പോഴുള്ള പണ്ടാരക്കാല.